ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, രക്തസ്രാവക്കാരിക്ക് സൗഖ്യവും മരണമടഞ്ഞ ജൈറോസിൻ്റെ മകൾക്ക് ജീവനം നൽകുന്ന യേശുവിൻ്റെ 2 അത്ഭുത പ്രവൃത്തികളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. പ്രകൃതിയിലെ കൊടുങ്കാറ്റിനെ പോലുള്ള ശക്തികളെ യേശു നിയന്ത്രിക്കുകയും പിശാചുക്കളുടെ മേൽ തൻ്റെ വിജയം നേടുകയും ചെയ്ത സംഭവങ്ങൾ മാർക്കോസ് രേഖപ്പെടുത്തിയതിനു ശേഷം സർവ്വസാധാരണമായ മനുഷ്യൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അവിടത്തേക്കുള്ള കരുതലും സ്നേഹവും പ്രകടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലെ 2 അത്ഭുതങ്ങളും. യേശുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നും ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വിശ്വാസം എങ്ങനെയാണ് മനുഷ്യന് സൗഖ്യം നൽകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കാണാം. മാറാരോഗമെന്ന് വൈദ്യശാസ്ത്രം എഴുതിത്തള്ളുന്ന രോഗങ്ങളുടെ മേലും യേശുവിന് പൂർണ്ണമായ അധികാരമുണ്ട്. മരണത്തിൻ്റെ മേലും യേശുവിന് ശക്തിയുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് ഈ രോഗശാന്തികളിലൂടെ. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടുകയും അവൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ആ സൗഖ്യാനുഭവവും തൻ്റെ വിശ്വാസം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിനും അതിലൂടെ രക്ഷ നേടുന്നതിലേക്കും നയിച്ചു. യേശു അവളോട് പറഞ്ഞത് അതാണ്: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവശക്തിയുടെ വാഹകനാണ് യേശു എന്നവൾ വിശ്വസിച്ചിരുന്നു. അതവൾക്ക് രോഗശാന്തി നൽകി. എന്നാൽ ഇവിടെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്കാണ് യേശു അവളോട് പറയുന്നത്. രോഗത്തിൽ നിന്ന് മുക്തയായിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് വലിയൊരു കൃപയാണത്. ബർത്തമിയൂസിന് കാഴ്ച കൊടുക്കുന്ന സംഭവത്തിൻ്റെ അവസാന ഭാഗത്തും ഇതേ പദങ്ങൾ തന്നെ നമുക്ക് കാണാം. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോഴാണ് അവൾ സൗഖ്യം പ്രാപിച്ചതെങ്കിലും യേശുവുമായി സംസാരിക്കുകയും സത്യം മുഴുവൻ തുറന്നു പറയുകയും അവനുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ അവൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, അവൾക്ക് സമാധാനം ആശംസിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൽ ഷാലോം എന്ന പദം രക്ഷയുടെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമഗ്രതയെ സൂചിപ്പിക്കുന്ന പദമാണ്. പുതിയ നിയമത്തിൽ ഉത്ഥാനത്തിനു ശേഷമേ യേശു ശിഷ്യന്മാരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. സുഖം പ്രാപിക്കുന്നതും രക്ഷ പ്രാപിക്കുന്നതും തമ്മിൽ അന്തരമുണ്ടെന്ന് ഈ സംഭവം വെളിപ്പെടുത്തുന്നു. 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ തിരിച്ചു വന്ന് യേശുവിനോട് കൃതജ്ഞത അർപ്പിച്ചവനോട് മാത്രം യേശു പറഞ്ഞു: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സൗഖ്യം പ്രാപിക്കുന്നവർ അനേകം, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കം. മരിച്ചുപോയ ജൈറോസിൻ്റെ മകൾക്ക് യേശു സൗഖ്യം നൽകുമ്പോൾ ജൈറോസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വീണ്ടും വിശ്വാസത്തെക്കുറിച്ച് മർക്കോസ് ഊന്നി പറയുന്നു. ദൈവത്തിൽ നിന്നും നൽകപ്പെടുന്ന രോഗശാന്തി വിശ്വാസം മൂലമാണ് ലഭിക്കുന്നത്. പഴയ നിയമത്തിൽ വെളിപാടുകൾ നൽകുമ്പോൾ ദൈവം പറഞ്ഞിരുന്നു, ഭയപ്പെടേണ്ട. വിശ്വസിക്കുന്നതിലൂടെ ഒരാൾ ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭയപ്പെടേണ്ട എന്ന സമ്പുദ്ധിയോടെയാണ് അവരെ കണ്ടത്. രക്ഷിക്കാനും ജീവൻ കൊടുക്കാനുമുള്ള ദൈവിക ഇടപാടുകളാണ് ഇവയെന്ന് അർത്ഥം. ജൈറോസിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ യേശു അർത്ഥമാക്കിയത് രക്ഷിക്കാനും ജീവൻ നൽകാനും തനിക്ക് കഴിവും താല്പര്യവുമുണ്ട് എന്നാണ്. യേശുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നാം സ്വീകരിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ഭുതങ്ങളെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധം കൂടി നാം വളർത്തുമ്പോൾ മാത്രമാണ് അവിടുന്ന് നമുക്ക് നൽകുന്ന നിത്യരക്ഷ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്താനും അവിടുത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ശക്തി ആർജിക്കാനും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.